നമ്മൾ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ ആണ് നമ്മൾ പറയുന്നത്. ജേണൽ എൻട്രീസ് പറഞ്ഞു. ആ ജേണൽ എൻട്രീസിൽ നമ്മൾ പറഞ്ഞതാണ് 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ജേണൽ എൻട്രീസിനെ. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഷെയറുകൾ പാർട്ട്ലി പെയ്ഡപ്പ് ആണ് എങ്കിൽ ആ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാറ്റഗറി എൻട്രി എന്ന് പറയുന്നത് കമ്പനി റിഡംഷന് ആവശ്യമായി വരുന്ന എമൗണ്ട് കണ്ടെത്തുന്നത് ഫ്രഷ് ഷെയറുകൾ ഇറക്കിയിട്ടാണ് എങ്കിൽ ആ ഫ്രഷ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാറിലാകാം, പ്രീമിയത്തിലാകാം. അതിന് ഓരോന്നിനും ഓരോ എൻട്രിയാണ് നമ്മൾ പഠിച്ചത്. അറ്റ് പാറിലാണ് വരുന്നത് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രീമിയത്തിലാണ് വരുന്നത് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റിഡംഷൻ ആകുന്ന എൻട്രിയാണ്. റിഡംഷന്റെ എൻട്രിയാണ് നമ്മൾ എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞു റിഡംഷൻ അറ്റ് പാറിലാകാം അല്ലെങ്കിൽ റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാകാം. റിഡംഷൻ അറ്റ് പാറിലാണ് വന്നത് എങ്കിൽ 2 എൻട്രീസ് നമ്മൾ എഴുതാം. റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ് വരുന്നത് എങ്കിൽ 3 എൻട്രീസ് നമ്മൾ എഴുതാം. ഇത് നമ്മൾ പഠിച്ചതാണ്. ജേണൽ എൻട്രീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ 3 കാറ്റഗറിയാണ്. ആദ്യത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ പാർട്ട്ലി പെയ്ഡപ്പ് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻട്രി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പുതിയ ഷെയറുകൾ അറ്റ് പാറിലോ അറ്റ് പ്രീമിയത്തിലോ ഇഷ്യൂ ചെയ്യുന്ന എൻട്രി. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് റിഡംഷൻ അറ്റ് പാറിലുള്ള എൻട്രി അല്ലെങ്കിൽ റിഡംഷൻ അറ്റ് പ്രീമിയത്തിലുള്ള എൻട്രി. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ലിമിറ്റഡ് ഹാഡ് 10,000 8% redeemable preference shares of ₹100 each fully paid up. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാർട്ട്ലി പെയ്ഡ് അപ്പ് അല്ല, ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. എ ലിമിറ്റഡില് 10,000 ഷെയർസ് ആണ് ഉള്ളത്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ് ഉള്ളത്. 100 രൂപയാണ് ആ ഷെയറിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ കമ്പനിക്ക് കമ്പനിയുടെ റിഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറിന്റെ എണ്ണം 10,000, 100 രൂപയാണ് കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ 10 ലക്ഷം രൂപയാണ് കമ്പനിക്ക് റിഡംഷന് ആവശ്യമായി വരുന്ന എമൗണ്ട്. The company decided to redeem these preference shares at par by issue of sufficient number of equity share of ₹10 each fully paid at par. അപ്പോൾ രണ്ടാമത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനി ഈ പ്രിഫറൻസ് ഷെയറുകൾ കമ്പനി റിഡീം ചെയ്യുന്ന എമൗണ്ട് 10 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്പനി പുതിയ ഇക്വിറ്റി ഷെയറുകൾ ഇറക്കുന്നു. ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ് എന്നിവിടെ കൃത്യമായിട്ട് പറയണം. അറ്റ് പാറിലാണ് പുതിയ ഷെയറുകൾ കമ്പനി ഇറക്കിയത്. നമ്മളോട് ജേണൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളേ ഉള്ളൂ. കമ്പനിയിൽ റിഡംഷന് വന്നത് 10,000 നമ്പറും ആ ഷെയറിന്റെ ഫേസ് വാല്യൂ 100 രൂപയാണ്. അപ്പോൾ രണ്ടും അറ്റ് പാറിലാണ്. 100 രൂപയാണ് റിഡംഷന് വന്നിരിക്കുന്നത്. ഈ 10,000 × 100 അതായത് 10 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ വേണ്ടി ഈ കമ്പനി പുതിയ ഇക്വിറ്റി ഷെയറുകൾ ഇറക്കുന്നു. ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ജേണൽ എൻട്രി എഴുതാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ട് എഴുതാം. വർക്കിംഗ് നോട്ട് എഴുതുമ്പോൾ നോക്കിയപ്പോൾ ആദ്യം ഇങ്ങനെയാണ് എഴുതുന്നത്. വാല്യൂ ഓഫ് ഷെയർസ് റെഡീംഡ്. റെഡീം ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10,000 നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ കമ്പനിക്ക് റിഡംഷന് ആവശ്യമായി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം ആണ്. അപ്പോൾ കമ്പനിക്ക് റിഡംഷന് ആവശ്യമായി വരുന്ന എമൗണ്ട് മൊത്തത്തിൽ 10 ലക്ഷം രൂപയാണ്. ഇനി ഈ 10 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ വേണ്ടി കമ്പനി പുതിയ ഷെയറുകൾ ഇറക്കുന്നു. അതായത് വാല്യൂ ഓഫ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് 10 രൂപയാണ്. പുതിയ ഷെയറുകൾ കമ്പനി ഇറക്കിയിരിക്കുന്നത് 10 രൂപയ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് നമ്മൾ 10 രൂപ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, എത്ര നമ്പർ ഓഫ് ഷെയറുകളാണ് കമ്പനിയിൽ ഇറക്കുന്ന ഷെയറിന്റെ വാല്യൂ ആണ് 10 രൂപ. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇറക്കേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയറിന്റെ എണ്ണം എന്ന് പറയുന്നത് മൊത്തം എമൗണ്ട് 10 ലക്ഷം. ഒരു ഷെയറിന്റെ പുതിയതായി ഇറക്കാൻ പോകുന്ന ഷെയറിന്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അപ്പോൾ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 1 ലക്ഷം ഷെയർസ് ആണ് കമ്പനി ഇറക്കേണ്ടത്. ഇത് നമ്മൾ വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിക്കാം. അപ്പോൾ വാല്യൂ ഓഫ് ഷെയർ റെഡീംഡ് ഇത് ക്വസ്റ്റ്യനിലുള്ളതാണ്. 10,000 നമ്പർ ഓഫ് ഷെയർസ് ആണ്, 100 എന്ന് പറയുന്ന ഫേസ് വാല്യൂ ആണ്. അപ്പോൾ 10 ലക്ഷം. ഈ 10 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ വേണ്ടി കമ്പനി ഇറക്കാൻ പോകുന്ന പുതിയ ഷെയറിന്റെ ഫേസ് വാല്യൂ 10 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് ന്യൂ ഷെയർ എന്ന് പറഞ്ഞ 10 രൂപ എന്ന് എഴുതുക. ഇനി നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, കമ്പനി ഇറക്കാൻ പോകുന്ന ഷെയറിന്റെ നമ്പർ എന്ന് പറയുന്നത് 10 ലക്ഷം ഡിവൈഡ് ബൈ 10, അതായത് 1 ലക്ഷം ഷെയർസ് ആണ്. ഇനി നമ്മൾ ജേണൽ എൻട്രീസ് ആണ് എഴുതാം.
അപ്പോൾ 3 കാറ്റഗറി എൻട്രീസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ കാറ്റഗറി നമുക്ക് ഇതിൽ ബാധകമല്ല, കാരണം ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഷെയറുകൾ ഒക്കെ ഫുള്ളി പെയ്ഡപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ആണെങ്കിൽ നമ്മൾ പാർട്ട്ലി പെയ്ഡപ്പ് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആദ്യത്തെ കാറ്റഗറി എൻട്രി വേണ്ടതില്ല. ഇനി രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചതാണ് ഫ്രഷ് ഷെയറുകൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന അറ്റ് പാറിലാകാം പ്രീമിയത്തിൽ ആകാം. ഇതിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്, പ്രീമിയത്തിൽ അല്ല. അപ്പോൾ പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പഠിച്ച എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അതാണ് എഴുതിയിരിക്കുന്ന ആദ്യത്തെ എൻട്രി. ഇക്വിറ്റി ഷെയറുകൾ ആയതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതി, ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി. എമൗണ്ട് നോക്കുമ്പോൾ ഈ എമൗണ്ട് ആണ് നമ്മൾ എഴുതുക. എമൗണ്ട് പറയുന്നത് ഇത് മൊത്തം ഷെയറുകൾ ഇറക്കുന്നത് നോക്കി നോക്കൂ, 1 ലക്ഷം ഷെയർസ് ആണ് കമ്പനിയിൽ ഉള്ളത്, കമ്പനിക്ക് വേണ്ടത്. പുതിയതായി ഇറക്കാൻ പോകുന്ന ഷെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. പുതിയതായി ഇറക്കാൻ പോകുന്ന ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 10 lakh എന്ന് എഴുതാം. 10 lakh ആണ് നമ്മൾ ഇവിടെ എഴുതാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിലുള്ള എൻട്രി നമ്മൾ അറ്റ് പാർ എഴുതി. രണ്ടാമത്തെ ആദ്യത്തെ കാറ്റഗറി ഇല്ല, പാർട്ട്ലി പെയ്ഡപ്പ് ആയതുകൊണ്ടില്ല. രണ്ടാമത്തെ കാറ്റഗറിയിലോ ഒരു എൻട്രി എഴുതി. മൂന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ റിഡംഷന്റെ എൻട്രീസ് ആണ്. നമ്മൾ പഠിച്ചു റിഡംഷൻ അറ്റ് പാറിലാണ് വരുന്നത് എങ്കിൽ 2 എൻട്രീസ് ആണ് നമ്മൾ എഴുതുക. റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ് വരുന്നതെങ്കിൽ 3 എൻട്രീസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ റിഡംഷൻ എന്ന് പറയുന്ന അറ്റ് പാർ ആണ്. റിഡംഷൻ അറ്റ് പാർ ആകുമ്പോൾ ഈ 2 എൻട്രീസ് നമ്മൾ എഴുതിയതാണ് ജേണൽ എൻട്രീസ്. ഈ എൻട്രീസ് ആണ് എഴുതാം. അപ്പോൾ ആദ്യത്തെ എൻട്രി, ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത് റിഡംഷന്റെ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതുക. എത്ര രൂപയാണ് റെഡീം ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 10,000 എണ്ണമാണ്. ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 10,000 × 100 അതാണ് ഇവിടെ എഴുതേണ്ട എമൗണ്ട്. ഇനി അപ്പോൾ നമ്മൾ എഴുതുന്നു റിഡംഷൻ ഡ്യൂ ആകുന്ന എൻട്രിയാണ് നമ്മൾ എഴുതുക. റിഡംഷൻ ഡ്യൂ എന്ന് പറയുന്ന എൻട്രി എഴുതാം. മൂന്നാമത്തെ, അതായത് നറേഷനായിട്ട് റിഡംഷൻ ഡ്യൂ എന്ന് എഴുതും. മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് റിഡംഷൻ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഉടനടി പേയ്മെന്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പണം കൊടുക്കണം. ആ പേയ്മെന്റ് എൻട്രിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആയിട്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുക. അപ്പോൾ പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ കുറേ എൻട്രീസ് നമ്മൾ പഠിച്ചു. ഈ എൻട്രീസ് എല്ലാം നമ്മൾ എഴുതില്ല. ആദ്യത്തെ എൻട്രി, ആദ്യത്തെ കാറ്റഗറി എൻട്രി എന്ന് പറയുന്നത് പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. അത് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, കാരണം ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ ഷെയറുകളും ഫുള്ളി പെയ്ഡപ്പ് ആണ് എന്ന്. അപ്പോൾ അത് എഴുതുമ്പോൾ ആദ്യത്തെ എൻട്രി എഴുതേണ്ടത് അത് കളഞ്ഞിട്ട് രണ്ടാമത്തെ കാറ്റഗറി എൻട്രി എന്ന് പറയുന്നത് പുതിയ ഷെയറുകൾ ഇറക്കുന്നത് അറ്റ് പാറിലാകാം പ്രീമിയത്തിലാകാം. ക്വസ്റ്റ്യനിൽ അറ്റ് പാർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ എൻട്രി എഴുതുന്നു ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് പുതിയ ഷെയറുകളാണ് ഇറക്കുന്നത്. 1 ലക്ഷം ഷെയറുകളാണ് ഇറക്കാൻ പോകുന്ന എണ്ണം. ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 1 ലക്ഷം × 10 അതായത് 10 ലക്ഷം രൂപയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് റിഡംഷൻ എൻട്രീസ് ആണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതുക. അതായത് അവിടെ റിഡീം ചെയ്യുന്ന ആണ്, എത്ര നമ്പറുകളാണ് റിഡീം ആകുന്നത്, റിഡംഷൻ ഡ്യൂ ആകുന്ന എൻട്രിയാണ് വരിക. റിഡംഷൻ ഡ്യൂ ആകുന്ന ക്വസ്റ്റ്യനിൽ കൊണ്ട് എ ലിമിറ്റഡ് ഹാഡ് 10,000 റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച്. അപ്പോൾ 10,000 × 100 ആ 10 lakh എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. ആ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഉടനടി അത് തന്നെ പേയ്മെന്റ് എൻട്രി ആയിട്ട് കണക്കാക്കും. പേയ്മെന്റ് എൻട്രി എന്ന് പറയുമ്പോൾ ഇത് ഈ എമൗണ്ട് തന്നെ പേ ചെയ്യുകയാണ്. അപ്പോൾ 10 ലക്ഷം രൂപ തന്നെ എത്രയാണ് റിഡീം ചെയ്തത് അതേ എമൗണ്ട് തന്നെയാണ് കമ്പനി പേയ്മെന്റ് ചെയ്യുന്നത് എങ്കിൽ അതാണ് മൂന്നാമത്തെ എൻട്രി. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രഷ് ഷെയറുകൾ അറ്റ് പാറിലും റിഡംഷൻ അറ്റ് പാറിലുമാണ് വരുന്നത് എങ്കിൽ ആ എൻട്രീസ് ആണ് ഇവിടെ എഴുതിയത്. ഇനി പ്രീമിയത്തിലെ അടുത്ത